ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ട് മാസ്. മൈ ഡിയർ സുത്തുകുട്ടികളെ, അല്പം വൈകിപ്പോയതിൽ നിങ്ങൾ ആരും എന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോറി. ഇന്ന് നമ്മളൊരു ജാപ്പനീസ് കോമഡി ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. 2024 റിലീസ് ചെയ്ത സിറ്റി ഹണ്ടർ. നഗരത്തിലെ ഒരു പ്രമുഖ അണ്ടർവേൾഡ് ഡിറ്റക്റ്റീവ് ഉണ്ട്, റിയോ സാബ എന്നാണ് അയാളുടെ പേര്. അയാൾ ഐഡന്റിറ്റി സാധാരണ ആൾക്കാർക്കൊന്നും അറിയില്ല. പെട്ടെന്നൊരു ദിവസം ആ സിറ്റിയിലെ പല ഭാഗങ്ങളിലായി പല മനുഷ്യർക്കും പേപ്പട്ടി കടിച്ചതുപോലൊരു വൈറസ് ബാധിക്കുന്നുണ്ട്. ഈ വൈറസ് ബാധിച്ച ആൾക്കാർ എക്സ്ട്രീം പവർഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യും. ഭയങ്കര ശക്തിയുള്ള ഒരു മൃഗത്തെ പോലെ പെരുമാറും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചത്തുകയും ചെയ്യും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിന്റെ റൂട്ട് കോസ് എവിടെയാണെന്ന് അന്വേഷിച്ച് പോവുകയാണ് നമ്മുടെ നായകൻ. അതിന് പിന്നിലൊരു കാരണമുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ കഥയിലൂടെ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ തന്റെ അനിയത്തിയെ കാണാനില്ല, ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ നാട്ടിലെ അധികം ആർക്കും അറിയാത്തൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. തന്റെ 18 വയസ്സുള്ള കുഞ്ഞനുജത്തിയെ കാണാനില്ല. പോലീസുകാരോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അവർ അന്വേഷിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങളായി. പോലീസുകാരെ മേൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ ചേച്ചി നമ്മുടെ ഡിറ്റക്റ്റീവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. പുള്ളിക്കാരന്റെ വിവരം ഏതോ ഓൺലൈൻ പരസ്യത്തിൽ കണ്ടിട്ടാണ് ഈ അക്ക സഹായം ചോദിച്ചു വന്നിരിക്കുന്നത്. ചേച്ചിയെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും സഹായിക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഹീറോ. അങ്ങനെ ഈ നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടിയുടെ ഇപ്പോഴുള്ള സ്ഥലം എങ്ങനെയൊക്കെയോ നമ്മുടെ കഥാനായകൻ കണ്ടുപിടിച്ചു. എന്നിട്ട് വലിയൊരു പെരയുടെ മണ്ടേ കയറിയെന്ന് ആ സ്ഥലങ്ങളെല്ലാം ചുറ്റും നിരീക്ഷിക്കുകയാണ്. ആ നേരത്ത് കുറച്ചധികം ബാർ ഗേൾസ് കഥയും പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. നമ്മുടെ അണ്ണാച്ചി ഈ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, കൂടെ പെണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് പെണ്ണിനെ കണ്ടാലും ഉള്ളിൽ പുളകം കൊണ്ട് പരിസരം മറന്നുപോകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവന്റെ സ്വഭാവം മനസ്സിലാക്കിയ കൂട്ടുകാരൻ, കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ബഡ്ഡി പാർട്ട്ണർ, പുള്ളിക്കാരൻ താഴെ കാറി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പറയും വന്നിടത്ത് വായി നോക്കി നിൽക്കാതെ ആ പെൺകുട്ടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഇത് കേൾക്കുമ്പോൾ ഹീറോ പ്രസന്റിലേക്ക് തിരിച്ചു വന്ന് ആ പെൺകുട്ടിയുള്ള സ്പോട്ട് എവിടെയാണെന്ന് പരതി നോക്കുക. അവസാനം കണ്ടുപിടിച്ചു. അവിടെ തന്നെ അടുത്തുള്ള വലിയൊരു കെട്ടിടത്തിന്റെ ഏതോ ഒരു ഓഫീസ് മുറിയിലേക്കാണ് ഈ പെൺകുട്ടിയെ 5-6 റൗഡികൾ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവരെന്തൊക്കെയോ ചോദ്യം ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയെ. ഇത് കണ്ട ഹീറോ ഉടനെ തന്റെ റോപ്പ് ഗൺ എടുത്ത് ആ അപ്പാർട്ട്മെന്റിന് നേരെ ഷൂട്ട് ചെയ്യും. അത് ലോക്കായി എന്നറിഞ്ഞ ഉടനെ ഈ റോപ്പിൽ തൂങ്ങിയ സ്പൈഡർമാനെ പോലെ അവരെ ഓഫീസ് മുറിയിലേക്ക് ഇടിച്ചു തള്ളി കയറി വരിക. അണ്ണം വരുന്നൊക്കെ കാണാൻ സ്റ്റൈലാണ്. ആള് കോമാളിയാണെങ്കിലും ആർക്കും ഇടിച്ചു വീഴ്ത്താൻ പറ്റാത്ത അപാര കഴിവുള്ള ഒരു അസാസിന. വന്ന വരവിൽ തന്നെ 2 പേരെ മറിച്ചിട്ടിട്ട് ആ പെൺകുട്ടിയോട് പറയും, മോളെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകാമെന്ന എൻ്റെ കൂടെ പോരെ, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഇത് കണ്ട റൗഡികൾ ചേട്ടനെ തല്ലാൻ വേണ്ടി ചുറ്റും കൂടുന്നു. നേരത്തെ പറഞ്ഞിരുന്നല്ലോ അസാസിനാണെന്ന്. അങ്ങേര് കറങ്ങി വളഞ്ഞ് അടിച്ചിടിച്ച് എല്ലാവരെയും നിലംപരിശാക്കും. പിന്നെ അവസാനം ഒരു തുപ്പാക്കിക്കാരൻ അവന്റെ തോക്കുമായി വരുന്നുണ്ട്. ഈ അണ്ണൻ അറിയാവുന്ന വിദ്യകളിലെ മാസ്റ്റർ വിദ്യ എന്ന് പറയുന്നത് കോട്ടിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന തോക്കുകൊണ്ട് വെടിവെക്കുന്നതാണ്. അങ്ങനെ അവസാനത്തെ അടിക്കാരനെയും വീഴ്ത്തിയതിന് ശേഷം ഈ പെൺകുട്ടിയോട് പറയും, കാത്തിരിപ്പിച്ചതിന് സോറി മോളെ, വരൂ നമുക്ക് പോകാം. ഇത് കേട്ടപാട പെണ്ണ് വാ വിട്ട് നിലവിളിച്ച് ഓടുകയാണ്. ടാർഗറ്റ് ഓടിപ്പോയി പുറകെ പിടിക്കാൻ ചെല്ലാണ്. നീയും വായോ എന്ന് ഹീറോ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ പുറകെ ഓടിപ്പോവാ. അപ്പൊ താഴെ കാത്തിരുന്ന കൂട്ടുകാരനും ഈ ബിൽഡിങ്ങിലേക്ക് വരുന്നുണ്ട് പെൺകുട്ടിയെ പിടിക്കാനായിട്ട്. ഈ പെൺകുട്ടിയാണെങ്കിൽ ജീവനും കൊണ്ടോടി ഏതോ മുറി കയറി ഒളിച്ചിരിക്കുകയാണ്. ആ നേരത്ത് ഹീറോ ഇടിച്ചിട്ട റൗഡികളില്ലേ, അവരുടെ മറ്റു കൂട്ടാളികൾ ഈ 2 ഹീറോമാരെയും പിടിക്കാൻ വേണ്ടി വരുന്നു. അവരുമായിട്ട് ഇവർ പൊരിഞ്ഞ സ്റ്റണ്ട്, കുറെ മോന്തയ്ക്കൊക്കെ അടി കിട്ടുന്നുണ്ട്, രക്തം കാണും. എന്തായാലും ആ കിങ്കരന്മാരെ എല്ലാം അടിച്ചിട്ടതിന് ശേഷം ഇവർ ആ പെൺകുട്ടിയെ പിടിക്കാൻ ചെല്ല. എന്നാൽ ആ പെൺകുട്ടി ആവട്ടെ നമ്മുടെ ഈ കെട്ടിടത്തിൽ നിന്നും തൊട്ടടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടിപ്പോയിരിക്കുന്നു. അത്രയും ദൂരത്തേക്ക് എങ്ങനെയാണ് ആ പെൺകുട്ടി ചാടിപ്പോയെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ചാടാനുള്ള ധൈര്യമില്ല. ഉടനെ കൂട്ടുകാരൻ, ഞാൻ കാർ എടുത്തോണ്ട് വരാം, നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും പറഞ്ഞ് താഴത്തേക്ക് ഓടിപ്പോകുന്നു. അപ്പൊ ഹീറോ ഞാനൊന്ന് ചാടി നോക്കട്ടെ എന്നും പറഞ്ഞ് ഓടി വന്ന് ചാടുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരന് ഈ പെൺകുട്ടി കയറിയ ഫ്ലാറ്റിലേക്ക് പിടിക്കാൻ പറ്റുന്നില്ല. തൊട്ട് താഴെയുള്ള മസാജ് പാർലറിന്റെ വിൻഡോയിലാണ് ചെന്ന് വീഴുന്നത്. അവിടുത്തെ സ്പാകളിൽ തൊട്ടി കിടത്തി കുളിപ്പിക്കുന്ന ടെക്നോളജിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല, പറ്റിപ്പീരാണ് ഇവിടെ ഉള്ളവർ. ഇത് കഴിഞ്ഞ് ഇവർ തെരുവിലേക്ക് ഇറങ്ങി ആ പെൺകുട്ടിയെ ഓടിച്ചോടിച്ചിട്ട് അവസാനം ഒരു ഓടാൻ പറ്റാത്ത മൂലക്കിട്ട് ബ്ലോക്ക് ചെയ്യും. ഈ നേരത്ത് നമ്മുടെ കൂട്ടുകാരൻ്റെ അനിയത്തിയില്ലേ, അവളേതോ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുക ഇവൻ പറഞ്ഞിട്ട്. എന്നാൽ ഇവനെ അവിടെ കാണാത്തോണ്ട് അവളെ വിളിക്കുന്നതായിരിക്കും. ഞാൻ ചെറിയ തിരക്കില്ല, നീ അവിടെ കാത്തു നിൽക്ക്, എത്രയും പെട്ടെന്ന് എത്താന്നും പറഞ്ഞ് കൂട്ടുകാരൻ കോൾ കട്ട് ചെയ്ത് ഇവർ 2 പേരും കൂടെ ആ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ കൂട്ടുകാരൻ പറയും, മോളെ ഓടിപ്പോകല്ലേ, നിന്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നെ അന്വേഷിച്ചിറങ്ങിയത്, നിന്നെ ഞങ്ങൾ കൊടുക്കാമെന്നല്ല രക്ഷപ്പെടുത്താൻ വന്നാണെന്ന്. എന്നാൽ ഇവരിതൊക്കെ പറയുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ ഞരമ്പുകളെല്ലാം ഇങ്ങനെ വീർത്ത് വിടരുന്ന കാണാം.
ഒരു ജാതി വേര് പറ്റിപ്പിടിച്ച അവസ്ഥയായി മുഖത്തൊക്കെ. പെട്ടെന്ന് ഈ പെണ്ണിന്റെ ഭാവമൊക്കെ മാറി അവളൊരു ചലന്തിയെ പോലെ ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മണ്ടയിലേക്ക് ചാടി ചാടി കയറും. ഈ സമയത്ത് അവളുടെ പോക്കറ്റിൽ നിന്നും മരുന്നുള്ള 2 വയാൽ കുപ്പികൾ നിലത്തേക്ക് വീഴുന്നുണ്ട്. ആ ചാടിയ പെണ്ണ് വഴിയെ പോയ ഏതൊരു വണ്ടിയിലേക്ക് ചാടി അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇവൾ എങ്ങോട്ടാ പോയെന്ന് നോക്കാൻ വേണ്ടി ഹീറോ പുറകെ പോകുമ്പം ഈ കൂട്ടുകാരനില്ലേ, അയാൾ ആ വയാലെടുത്ത് പോക്കറ്റിനകത്തേക്ക് ഒളിച്ചു വെക്കുക. ഹീറോ ഇത് കാണുന്നില്ല. പക്ഷെ അവൻ എന്തോ ഒരു ചെറിയ സംശയമുണ്ട്. എന്തായാലും ഇപ്പം അത് വിഷയമല്ല. ആ പെൺകുട്ടി രക്ഷപ്പെട്ടു പോയി. അവളെ പിന്തുടർന്ന് പിടിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കാർ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പോലീസുകാരി തോക്കും ചൂണ്ടി ഇവരെ പിടിക്കുന്നു. സംഭവം ഇവന്മാര് പ്രൈവറ്റ് ഏജന്റുമാരാ. ലീഗലായ ആക്ഷനൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പം ആ പെൺകുട്ടിയെ തേടി പിടിക്കാൻ വേണ്ടി പബ്ലിക്കിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതറിഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മുടെ പോലീസുകാരി ലേഡി. എന്നാൽ ഈ പോലീസുകാരി ലേഡി ഹീറോയുടെ ക്ലോസ് ഫ്രണ്ടാ. ഇവനുണ്ടാക്കുന്ന കുഴപ്പങ്ങളൊക്കെ അവളാണ് കവർ ചെയ്യുന്നത്. ഇവർ പരസ്പരം കേസുകളിൽ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രം ഇപ്പം അവരെ വെറുതെ വിടുക. ഇവര് തമ്മിൽ അങ്ങനെ സംസാരവും തർക്കമൊക്കെ നടക്കുന്ന സമയം ഇവരെ എതിർഭാഗത്തായി ഒരു കറുത്ത വാൻ നിൽപ്പുണ്ട്. അതിനകത്ത് 2-3 റൗഡികളുണ്ടാവും, പിന്നെ ഒരു പാവത്താനും. ഈ പാവത്താനെ പിടിച്ച് റൗഡികൾ ഹീറോയുടെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കുന്നു. അവന്റെ കണ്ണി നല്ല പതിയുന്നത് പോലെ കാണിച്ചു കൊടുക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നറിയില്ല. ഇപ്പം പോലീസുകാരി ഹീറോനെയും കൂട്ടുകാരനെയും ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഓൾറെഡി ടൗണിൽ ഒരുപാട് ബോഡികൾ പല അവസ്ഥയിൽ അവർക്ക് കണ്ടുകിട്ടുന്നു. ഏതോ വൈറസ് ബാധിച്ചതുപോലെയാണ് ലക്ഷണമുള്ളത്. അതിനെന്താണ് കാരണം എന്ന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനിടയ്ക്ക് നിങ്ങളും കൂടി തൊല്ല ഉണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് ഈ അക്ക അവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്തായിരിക്കും പോലീസ് ചീഫ് അങ്ങോട്ട് വരുന്നു. ഹീറോയുടെ കൂട്ടുകാരനില്ലേ, പുള്ളിക്കാരൻ ഇതിനു മുന്നേ സർവീസിലുണ്ടായിരുന്ന ആളാണ്. സർവീസിലെ കുഴപ്പം കൊണ്ട് അയാൾ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഹീറോടൊപ്പം പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ചീഫ് കൂട്ടുകാരനെ ഉപദേശിച്ച് വീണ്ടും സർവീസിൽ ചേരാൻ പറയുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരൻ അത് കൂട്ടാക്കില്ല. ഇവന്മാരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തേക്ക്, അതാണ് നമുക്ക് നല്ലതെന്ന് ചീഫ് പറയുമ്പം ഈ കൂട്ടുകാരി അവൾ പറയും, ഇല്ല ഇവന്മാർ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മളെ കേസിന് സഹായിക്കുന്നേ ഉള്ളൂ. ഇവർ ഞാൻ വിളിച്ചിട്ട് വന്നതാണ്, ഇവർക്കെതിരെ പരാതിയൊന്നുമില്ല, അതുകൊണ്ട് ഇവരെ വെറുതെ വിടാമെന്നും പറഞ്ഞു വിടുന്നു. ഇത് കഴിഞ്ഞ് ഹീറോയും കൂട്ടുകാരനും ചേർന്ന് കാർ എടുത്ത് തിരികെ പോകുന്ന വഴിയെ ഹീറോ ചോദിക്കും, നേരത്തെ നീ പോക്കറ്റിൽ എന്തോ ഒന്ന് ഒളിച്ചു വെച്ചില്ലേ, എന്തായിരുന്നു അത്? ഞാനത് കണ്ടെന്ന്. സോ ഹീറോ അവൻ ഒളിച്ചു വെക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെ എന്ത് രഹസ്യമാടാ ഉള്ളേ, അതെനിക്ക് കാണിക്ക്, ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് നീ വിചാരിച്ചോന്ന് ചോദിക്കുക. ഉടനെ കൂട്ടുകാരൻ പറയും, അത് മറ്റൊന്നുമല്ല, ആ ചാടിപ്പോയ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ. അവൾ ടിക്ടോക്ക് പോലെ എന്തോ ഒരു ആപ്ലിക്കേഷനിലെ ലോക്കൽ സെലിബ്രിറ്റിയാണ്. കുറേയധികം വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ട്, കാണാൻ സെക്സിയാണ്. നിനക്ക് ഈ പെൺകുട്ടികളുടെ വീഡിയോസ് ഒന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒളിച്ചു വെച്ചാന്നും പറഞ്ഞ് കൂട്ടുകാരൻ ആ വീഡിയോകൾ കാണിച്ചു കൊടുക്കുന്നു. ഇത് കേട്ട് ഹീറോ പറയും, എനിക്കിഷ്ടമല്ല, എന്നാലും ആ ലിങ്ക് ഒന്ന് അയച്ചേക്ക്, നമുക്ക് റെഫറൻസിനായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഇങ്ങനെ അവർ സംസാരിച്ച അവസാനം നമ്മുടെ കൂട്ടുകാരൻ്റെ അനിയത്തി ഇരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ അനിയത്തിയെ കാര്യമായി ഹീറോ നോക്കുന്നുണ്ട്. നീ അവളെങ്ങാനും വളയ്ക്കാൻ ശ്രമിച്ചാൽ നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് കൂട്ടുകാരൻ പറയും. ഹീറോ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല, അവൾ എൻ്റെ ടൈപ്പേ അല്ല എന്ന് പറയുക. എന്നാൽ അവൻ നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഹീറോ ചോദിക്കും, അവളെ ദത്തെടുത്താണെന്ന് ഇനി അവളോട് പറയേണ്ട ആവശ്യമുണ്ടോ, അത് പറയാതിരിക്കുന്നതല്ലേ നല്ലതെന്ന്. അതിന് കൂട്ടുകാരൻ, ഇല്ല, ഞാൻ എൻ്റെ അച്ഛന് സത്യം ചെയ്ത് കൊടുത്തതായിരുന്നു. അവളുടെ 18-ാം വയസ്സിൽ സത്യങ്ങൾ അവളോട് തുറന്നു പറയുമെന്ന്, അതെനിക്ക് പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല അത് താങ്ങാനുള്ള ശക്തി ഇപ്പോൾ അവൾക്കുണ്ടാവും, ഇതറിയാനുള്ള അവകാശം അവൾക്കുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ട് അവൾ എൻ്റെ അനിയത്തി അല്ലാതെ ആകുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് വണ്ടിയിൽ നിന്നിറങ്ങിയ കൂട്ടുകാരൻ അവളുടെ അടുത്തേക്ക് എങ്ങാനും നീ അടുക്കാൻ ശ്രമിച്ചാൽ ഉറപ്പാണെ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അനിയത്തിയുടെ അടുത്തേക്ക് പോവാണ്. അനിയത്തിയാണെങ്കിൽ കുറേ നേരമായിട്ട് കാത്തിരിക്കുക. ചേട്ടനെ കണ്ടിട്ട് അവൾ പറയും, ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ, നമുക്ക് വീട്ടിൽ പോവാം, വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ കൂട്ടുകാരൻ, ചേട്ടൻ ഞങ്ങളൊരു കാണാതെ പോയ പട്ടി അന്വേഷിച്ച് പോവായിരുന്നു, അതിനെ കണ്ടു കിട്ടിയ സമയത്താണ് നീ വിളിക്കുന്നത്, പെട്ടെന്ന് ഇട്ട് വരാൻ കഴിഞ്ഞില്ല, ഇത്തിരി വൈകിപ്പോയി, ക്ഷമിക്കുന്നു. ഈ അനിയത്തിക്കാണെങ്കിൽ ഹീറോയെ തീരെ ഇഷ്ടമല്ല. കാരണം ഹീറോ ആണല്ലോ അവളുടെ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി അടിയിടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാ ദിവസവും വൈകി തിരിച്ചു കൊണ്ടുവന്ന് വിടുന്നു. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമല്ല. എന്തായാലും ഇന്ന് അനിയത്തിയുടെ പിറന്നാളായതുകൊണ്ട് ചേട്ടൻ വിഷ് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം നിന്നോട് പറയേണ്ടതുണ്ടെന്ന് പറയും. അവൾ എന്താന്ന് ചോദിക്കുക. ഇവനാണെങ്കിൽ പറയാൻ കഴിയുന്നില്ല. അതെങ്ങനെ തുടങ്ങണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വലിയൊരു ട്രക്ക് വന്ന് ഇവരെ രണ്ടുപേരെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അതിലും അനിയത്തിക്ക് ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടി ചേട്ടൻ അവളെ തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് അവനാണ് മുഴുവൻ ഇടിയും കൊണ്ട് തെറിച്ച് വീഴുന്നു. ഭാഗ്യത്തിന് വണ്ടിയുടെ ഇടയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ജീവൻ ഇപ്പോഴും ഉണ്ട്. എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി ചേട്ടൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ട്രക്ക് ഓടിച്ചു വന്ന ഡ്രൈവറില്ലേ, അയാളെ കാണാൻ സോംബി ബാധിച്ചതുപോലെയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പാവത്താനാണത്, വാനിനകത്ത് കണ്ട പാവത്താൻ. ഇയാളെ നിൽപ്പും നോട്ടവും ശരിയല്ലാന്ന് മനസ്സിലാക്കിയ ചേട്ടൻ സേഫ്റ്റിക്ക് വേണ്ടി കയ്യിലൊരു കത്തി എടുത്തു വയ്ക്കും. എന്നാൽ പേ പിടിച്ച ആള് ഇതേ കത്തി വാങ്ങിച്ച് ചേട്ടനെ കുത്തിക്കൊല്ലുകയാണ്. പലതവണ ആഞ്ഞു കുത്തി ചേട്ടനെ കൊന്നുകളയും. കുറച്ച് കഴിഞ്ഞാണ് ഹീറോ ആ സ്ഥലത്തേക്ക് എത്തുന്നത്. ഓടി വന്ന് നോക്കുമ്പോൾ കുത്തുകൊണ്ട് മരിക്കാറായ അവസ്ഥയിൽ നിൽക്കുന്ന കൂട്ടുകാരനെയാണ് കാണുന്നത്. അങ്ങേര് ഹീറോയുടെ അടുത്തേക്ക് മെല്ലെ വന്നിട്ട് അയാൾക്ക് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല 2 വയാല്, അത് കയ്യിലേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് ക്ഷമിക്കടാ, ഞാൻ ഒറ്റയ്ക്ക് ഇത് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുക. അതിന് ഹീറോ,
നിനക്കറിയില്ലേ, നിനക്കത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കെൽപ്പുണ്ടാവില്ല എന്ന് എന്നോട് പറയായിരുന്നില്ലടാ മണ്ടാന്ന്. ഇത് കേട്ട കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ട് ഹീറോയെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അനിയത്തിയെ നോക്കാൻ ഇനി നീ മാത്രമേ ഉള്ളൂ, കയോറിയെ നോക്കിക്കോണേടാ എന്നും പറഞ്ഞ് അവൻ്റെ തോളത്ത് കിടന്ന് മരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ തന്നെ ബ്ലാക്ക് ഔട്ട് ആവുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കൊലപാതകവും മരണമൊക്കെ കേസാക്കിയെടുത്ത് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് തീരുമാനമാവുന്നൊക്കെ ഉള്ള ന്യൂസ് ടി വിയിൽ ഓടുന്നുണ്ടാവും. ഹീറോ ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെ കാഷ്വലായി നോർമലായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. ആ നേരത്ത് പോലീസുകാർ ഈ കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, പ്രധാനമായിട്ടും നമ്മുടെ പോലീസ് കൂട്ടുകാർ. അവൾ ഈ റെസ്റ്റോറൻറ്റ് ഫൂട്ടേജ് നോക്കുമ്പോൾ മരിച്ചുപോയ കൂട്ടുകാരൻ അവസാനമായി ഹീറോയുടെ കയ്യിലേക്ക് എന്തോ വെച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് അവൾക്ക് അറിയണം. അതറിയാൻ വേണ്ടി ഈ പോലീസുകാർ ഹീറോയെ വിളിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഹീറോ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ ഇവൾക്ക് കേസിന്റെ വിശദ വിവരങ്ങൾ കിട്ടുന്നില്ല. സീനിയർ ഓഫീസർ ചോദിക്കുമ്പം തുടരെ കുറേ ആൾക്കാർ ഇതുപോലെ വൈറസ് ബാധിച്ച് മറ്റുള്ള ആൾക്കാരെ കൊല്ലുന്നുണ്ട്. സെയിം കേസാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആ അക്രമിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. സം ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഈ പോലീസുകാർ പറയാം. ശരിയെന്നും പറഞ്ഞ് ചീഫ് അവിടെ നിന്ന് പോകും. ഈ നേരത്ത് ഹീറോ ആണെങ്കിൽ കൂട്ടുകാരൻ മരിച്ചതിൻ്റെ വിഷമമൊന്നുമില്ലാതെ അവിടുത്തെ ചുവന്ന തെരുവിലെ പെണ്ണുങ്ങളുമായിട്ട് കുടിച്ചു നടക്കുക. ആ സമയത്തായിരിക്കും ഈ അനിയത്തി പെണ്ണ് ഹീറോയെ കാണാൻ ചെല്ലുന്നത്. ഹീറോ അവളെ കണ്ടിട്ട് ഇതാരാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് മാറിപ്പോകും. അപ്പം ഈ അനിയത്തി പെണ്ണ് അവൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന്, നിനക്കൊക്കെ മനസാക്ഷിയുണ്ടോ? കൂടപ്പിറപ്പിനെ പോലെ കൂടുണ്ടായിരുന്ന കൂട്ടുകാരൻ മരിച്ചിട്ട് നീ അതാലോചിച്ച് വിഷമിക്കുകയോ അവനെ കൊലപ്പെടുത്തിയവരെ പറ്റി അന്വേഷിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇത്രയും ദുഷ്ടനാണോ താൻ? എൻ്റെ ചേട്ടനെ പറഞ്ഞാൽ മതി. നിന്നെ വിശ്വസിച്ച് നിന്നോടൊപ്പം ജോലി ചെയ്താണ് അങ്ങേര് ചെയ്ത തെറ്റ്. നിനക്ക് വേണ്ടെങ്കിൽ പോട്ടെ, അങ്ങേര് എൻ്റെ ബ്രദറാണ്. എനിക്കറിയണം എൻ്റെ ചേട്ടനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് എനിക്കറിയണം. അതന്വേഷിക്കാൻ നിനക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. ഇത് കേട്ടിട്ട് ഹീറോ പറയും, നിന്റെ ചേട്ടനെ പറ്റിയുള്ള ഓർമ്മകളെല്ലാം മറന്നേക്ക്, അതാണ് നിന്റെ ജീവിതത്തിന് നല്ലത്. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും, പുതിയൊരു ജീവിതം ആരംഭിക്കും. ഇനി ഇങ്ങോട്ട് വന്നു പോരെന്നും പറഞ്ഞ് ഹീറോ വീണ്ടും വേറെ പെണ്ണുങ്ങളെയും തേടി അവരെ പുറകെ പോവാണ്. ഇത് കണ്ട അനിയത്തി അവൾ തന്നെ സ്വയം അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ട് അവിടെ കാണുന്ന ആണുങ്ങളോടൊക്കെ തൻ്റെ ചേട്ടൻ്റെ ഫോട്ടോ കാണിച്ച് ഇങ്ങേരെ പറ്റി നിങ്ങൾക്കറിയാമോ, ഇങ്ങേരുമായി ബന്ധമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊരു ചുവന്ന തെരുവായതുകൊണ്ട് അവിടെയുള്ള കുറേ ആണുങ്ങളൊക്കെ ബ്രോക്കർമാരാ. അവർക്കാണെങ്കിൽ പുതിയൊരു പെണ്ണിനെ കൈ കിട്ടിയതുകൊണ്ട് അവരവളെ പിടിച്ച് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. പെട്ടെന്നായിരിക്കും ഹീറോ എൻട്രി ആയി അവന്മാരെ മിരട്ടി ഓടിച്ചു വിടുന്നു. എന്നിട്ട് വീണ്ടും ഈ അനിയത്തി പെണ്ണിനോട് പറയും, വീട്ടിലേക്ക് പോ, കിടന്നുറങ്ങ്, ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാതെ മണ്ടത്തരം കാണിക്കണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോ, എന്നിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങ്, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ ആ പെൺകുട്ടി തിരിച്ചു പോകുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ വീട്ടിൽ പോയി സമാധാനത്തോടെ ഉറങ്ങി, ഇനി നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോയുടെ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസും വീടൊക്കെ ഒന്ന് തന്നെയാണ്, അങ്ങോട്ടാണ് വരുന്നത്. ഈ വീട്ടിലായിരുന്നു ഹീറോയും കൂട്ടുകാരനും ചേർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ എൻ്റെ ചേട്ടനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇവൾ ആ വീട് മുഴുവൻ പരതാൻ തുടങ്ങും. പരതുമ്പോൾ കിട്ടുന്ന ആവട്ടെ 80 കാലഘട്ടം മുതൽ നമ്മുടെ അണ്ണാപ്പി വാങ്ങി വെച്ചിരിക്കുന്ന തുണ്ട് കാസറ്റുകളാണ്. നീ ഇത്രയ്ക്ക് നാറിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം റെഫറൻസിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്, കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്ന് ഹീറോ പറയും. ഇവളതൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും അകത്തേക്ക് പോയി വീട് പരിശോധിക്കുക. അപ്പോൾ അവിടെ ഒരു തോക്ക് വെച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഹീറോ പറയാണ്, അത് നിന്റെ ചേട്ടൻ്റെ തോക്കായിരുന്നു. ഞങ്ങൾ എന്ത് തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിനക്കറിയില്ല. ഞങ്ങളുടേത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലിയായിരുന്നു. അതിലെപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാം. ഇത് നിന്റെ ചേട്ടനും അറിയാവുന്നതാണ്. അതുകൊണ്ട് അവനെ മറന്നിട്ട് വീട്ടിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് ഹീറോ ആ തോക്കെടുത്ത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നു. ആ മുറി നിറച്ചും തോക്കുകളായിരിക്കും. ഈ വെടിയൊച്ച പോലും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അനിയത്തി പെണ്ണിന്. എന്നിട്ടാണ് അവൾ ഈ കേസ് അന്വേഷിക്കാൻ പുറപ്പെടാന്ന് പറയുന്നത്. അവൾ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിക്കും. ഈ സമയത്ത് കൂട്ടുകാരൻ ഇടിച്ചു കൊന്നില്ലേ ആ ഡ്രൈവർ, അയാളുടെ ബോഡി പോലീസുകാർക്ക് സിറ്റിയുടെ ഒരു മൂലയിൽ നിന്ന് കിട്ടും. ഇവൻ എങ്ങനെയാ മരണപ്പെട്ടത്, ഇവൻ എന്ത് വൈറസാണ്, ആരാണ് കുത്തിവെച്ചത്, ഒന്നും പോലീസുകാർക്ക് അറിയുന്നില്ല. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ കൊച്ചു പെണ്ണില്ലേ ഹീറോ ആദ്യം അന്വേഷിച്ചു പോയേ ആ പെൺകുട്ടി, ഇവൾ ഒളിച്ചും പാത്തും ജപ്പാൻ നാട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഡോർമെട്രികൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഡോർമെട്രിയിൽ പോയിട്ട് താമസിക്കുക. ഇവിടെയാണ് ഇവൾ ആരും അറിയാതെ താമസിക്കുന്നത്. ആ നേരത്ത് ഈ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. ഏതോ ഒരു ഫാഷൻ ഷോയ്ക്ക് അവളെ വിളിച്ചിരിക്കുകയാണ്. ബൊമ്മകളെ പോലെ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ഫാഷൻ ഷോയ്ക്ക്. അങ്ങനെയുള്ള കോമ്പറ്റീഷൻ ഈ പെൺകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഇനി അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ അനിയത്തി പെണ്ണില്ലേ, അവൾ ഈ കേസ് വിടുന്ന പോലില്ല. പിറ്റേന്ന് വൈകിട്ടും ഈ പെണ്ണ് ഹീറോ അറിയാതെ ഹീറോയെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അതേ തെരുവിലേക്ക്. ഇത് ഹീറോ കണ്ടുപിടിക്കും. തിരിച്ചു പോകാൻ പറയുമ്പം ആ പെൺകുട്ടി പറയാണ്, എന്നെ സഹായിക്കുന്നവരെ ഞാൻ നിങ്ങളെ പുറകെ തന്നെ നടക്കുമെന്ന്. അതിന് ഹീറോ, എന്നാ പിന്നെ പുറകെ നടന്നോ, ഞാൻ എന്താ ചെയ്യുന്നേ, ഈ തെരുവിൽ എൻ്റെ ജോലി എന്താണെന്നുള്ളതും കൂടെ നീ കണ്ടോന്നും പറഞ്ഞ് ഹീറോ അവളെ വിളിച്ചുകൊണ്ട് പോവുക അടുത്തുള്ള സ്ട്രിപ്പ് ഡാൻസ് ക്ലബിലേക്ക്. ഈ ഡാൻസ് ബാറുകളിൽ പെൺപിള്ളേര് മാത്രമല്ല
ആണുങ്ങളും ജട്ടിയിട്ട് ഡാൻസൊക്കെ കളിക്കും. അങ്ങനത്തെ ഒരു ബാറിലെ ഹെവി ഡാൻസറാണ് നമ്മുടെ അണ്ണാച്ചി. ഏട്ടന് കുറേ ഫാൻസൊക്കെ ഉണ്ട്. ഈ ഡാൻസ് കാണാൻ ചേച്ചിമാരൊക്കെ വൈകുന്നേരം ഓടിക്കൂടും. ഇതെല്ലാം കണ്ടിട്ടും അനിയത്തി പെണ്ണ് തിരിച്ചു പോകുന്നില്ല. എന്നാ ശരി കൂടെ വാന്നും പറഞ്ഞ് ഹീറോ അവളെയും വിളിച്ചുകൊണ്ട് പോവാണ്. ഇതേ ബാറുള്ള കെട്ടിടത്തിൽ തന്നെ ഒരു അണ്ടർവേൾഡ് ഡോൺ ഉണ്ട്. അയാളടുത്തേക്ക് ഹീറോ ഈ പെൺകുട്ടീനെയും വിളിച്ചുകൊണ്ട് പോവാണ്. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും ആദ്യം ഹീറോയെ കടത്തിവിടില്ല. പിന്നെ ഏതോ ഒരാൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴാണ് ശരി പോട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കടത്തിവിടുന്നു. ഈ ഡോൺ ഉള്ള സ്ഥലം അയാളുടെ പ്രൈവറ്റ് ക്ലബ്ബാണ്. ഉള്ളിൽ ഒരുപാട് ചൂതാട്ടമൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. മുഴുവൻ റൗഡികളും വില്ലന്മാരുമാണ് അകത്ത്. ഹീറോയെ കണ്ട ഉടനെ കുറേ അധികം റൗഡികൾ വളഞ്ഞു പിടിക്കുന്നുണ്ട്. എന്താ സംഭവം നോക്കുമ്പം നേരത്തെ ഒരു കൊച്ചു പെണ്ണിനെ രക്ഷപ്പെടുത്താൻ പോയില്ലേ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റൗഡികളെ ഹീറോ ഇടിച്ച് നിലംപരിശാക്കി. ആ റൗഡികളാണ് ഇവിടെയുള്ളത്. ഇവന്മാര് ഹീറോ ഇടിക്കാൻ നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഡോൺ അങ്ങോട്ട് വരുന്നു. വീൽ ചെയറിലിരിക്കുന്ന ഒരു ബിഗ് ഡാഡി. അങ്ങേരോട് ഈ ഇടിക്കാർ കംപ്ലൈന്റ് ചെയ്യും. സാറേ, ഇവനാണ് നമ്മുടെ പിള്ളേരെ അടിച്ചത്, ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ ബിഗ് ഡാഡിക്ക് കീഴെ ഒരു ടീം ലീഡർ ഉണ്ടാവും. പുള്ളിക്കാരൻ മുന്നോട്ട് വന്ന് ഈ കംപ്ലൈന്റ് പറഞ്ഞ റൗഡികളെല്ലാം പൊതിരെ തല്ലും. അത് കഴിയുമ്പോൾ ബിഗ് ഡാഡി ഹീറോയോട് പറയാണ്, പിള്ളേർക്ക് നീ ആരാണെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് സംഭവിച്ചാണ്, ഞാനതിന് നിന്നോട് ക്ഷമ ചോദിക്കുന്നു. സുഖല്ലേ സേബ എന്ന്. സേബ എന്ന് കേൾക്കുമ്പോഴാണ് ഈ കൂടെയുള്ള അടിക്കാർക്കൊക്കെ ഹീറോയുടെ വലിപ്പം മനസ്സിലാവുക. പുള്ളി ബഡാമാസ് അണ്ടർവേൾഡ് സ്പൈ ആണ്. ഇത് കഴിഞ്ഞ അപ്പൂപ്പൻ പറയും, ഇങ്ങനെ ജട്ടി മാത്രം ഇട്ട് നിൽക്കാതെ ഒരു പാൻറ്റും കൂടെ ഇട്, ഇവിടെയുള്ള ആണുങ്ങളെ വഴിതെറ്റിക്കേണ്ടതെന്ന്. ധൃതിയിലേട്ടൻ കോട്ട് മാത്രം ഇട്ടായിരുന്നു ഇത്രയും ദൂരം വന്നത്. ഇത് കഴിഞ്ഞ് ഇവരൊരു ചതുരമേശയെ ചുറ്റിയിരുന്ന് അപ്പൂപ്പൻ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് തുടങ്ങാണ്. പുള്ളിക്കാരൻ ഹീറോയോട് പറയും, നീ വിചാരിക്കുന്നത് പോലെ നിന്റെ കൂട്ടുകാരൻ്റെ മരണത്തിന് കാരണം ഞങ്ങളല്ല. നാട്ടിൽ പേയ് ഇളകുന്ന ഒരുപാട് ആൾക്കാരെ പറ്റി നീ കേൾക്കുന്നില്ലേ, അതിലൊരാളാണ്. കൂടുതലും ഈ പേയ് പിടിക്കുന്നത് ആരോരുമില്ലാത്ത അനാഥർക്കാണ്. ഹോംലെസ് ആയി നടക്കുന്ന ആൾക്കാരെയാണ് ആരൊക്കെയോ പിടിച്ചോണ്ട് പോയി ഈ വിഷം കുത്തിവെക്കുന്നത്. ഇവർ എക്സ്ട്രീം വയലന്റ് ആയി 1-2 ദിവസം ബിഹേവ് ചെയ്തിട്ട് അടുത്ത ദിവസം മരിച്ചു പോവാണ്. നിന്റെ കൂട്ടുകാരനെ കൊന്ന ആളും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. പിന്നെ നീ രക്ഷപ്പെടുത്തിയ ആ കൊച്ചു പെൺകുട്ടി, അവളെ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരുന്ന. കാരണം ഈ പെൺകുട്ടി ആദ്യം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അവളുടെ ഏതോ ഒരു കൂട്ടുകാരനെ കാണുന്നില്ല, ആരോ പിടിച്ചോണ്ട് പോയി അന്വേഷിച്ചു തരണമെന്ന് പറഞ്ഞു. ഈ കൂട്ടുകാരനെ അന്വേഷിക്കാൻ പോയ എന്റെ 2 ആൾക്കാരെ കാണാതായി. അത് കഴിഞ്ഞ ഒരു ദിവസം ഈ പെൺകുട്ടിയും കാണാതായി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പെൺകുട്ടി തിരിച്ചു വന്നു. കാണാതായ ആൾക്കാരിൽ ഈ പെൺകുട്ടി മാത്രമാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഈ പിടിച്ചോണ്ടുപോയ ആൾക്കാരെ അവരെന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ആ പെൺകുട്ടിയെ ലോക്ക് ചെയ്തത്. കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നീ വന്ന് എല്ലാവരും ഇടിച്ചിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കളഞ്ഞു. ഇനിയിപ്പോൾ ഈ കേസിൽ നീ ബന്ധപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു മാറുക. എന്താന്ന് വെച്ചാൽ നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ, എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ നിനക്ക് ഷെയർ ചെയ്യാമെന്ന് പുള്ളിക്കാരൻ പറയാം. അത് കഴിഞ്ഞ് ഈ ഡാഡി പുള്ളി അന്വേഷിച്ചു വെച്ച വിവരം അനുസരിച്ച് ഈ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരിൽ ആ പ്രത്യേക കമ്പനി ഏതോ ഒരു വൃത്തികെട്ട എക്സ്പെരിമെന്റുകൾ നടത്തുന്നുണ്ട്, പ്രത്യേകം മരുന്ന് ഉപയോഗിച്ച്. എന്നാൽ അവരാരാണെന്നോ എവിടുന്ന് വരുന്നുവെന്നോ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഹീറോ കേട്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അനിയത്തി പെണ്ണ് അപ്പൂപ്പനോട് ചോദിക്കും, കുറുമി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ നമുക്ക് എവിടുന്നാണ് കാണാൻ പറ്റുക? അതിന് ഡാഡി പറയാണ്, അവളിപ്പോൾ ആരുടെയും കണ്ണിപ്പെടാതെ ഒളിച്ചാണ് താമസിക്കുന്നത്. പക്ഷേ അവളുടെ കൂട്ടുകാര് ഈ ടൊയോക്കോ നഗരത്തിലുണ്ട്, അവിടുത്തെ സിറ്റി തെരുവുകളിലുണ്ട്. ഈ പെൺകുട്ടികളെല്ലാം വീട്ടിൽ നിന്ന് ഓടിപ്പോയവരാ. ആ ഗ്രൂപ്പിനൊപ്പമായിരുന്നു കുറുമി പെൺകുട്ടിയും ഉണ്ടായിരുന്നു. കൂട്ടുകാരെ കാണാൻ വേണ്ടി ഇടയ്ക്കിടെ അവൾ അവിടെ പോകാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ട ഉടനെ അനിയത്തി പെണ്ണ് ആ സിറ്റി സെന്ററിലേക്ക് ഓടിപ്പോവാ. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അവിടെയുള്ള ഹോംലെസ് ആയിട്ടുള്ള പെൺകുട്ടികളോട് ചോദിക്കും, ഇവളെ അറിയുമെന്ന്. അവരെല്ലാം അറിയത്തില്ല, ഇവളെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുക. ഈ സമയത്ത് ഹീറോ ഓടി വന്ന് അവരൊരിക്കലും പറയില്ല, അറിയുമെങ്കിലും പറയില്ല, നീ ഇങ്ങനെ നമ്മൾ അവളെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കാതെ ഇത് രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണെന്ന് പറയുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ദൂരെ നിന്നും ആ കുറുമി എന്ന് പറഞ്ഞ പെൺകുട്ടി വരുന്നുണ്ട്. അവളെ കണ്ട് കൂട്ടുകാരികളെല്ലാം അവളുടെ അടുത്തേക്ക് ഓടും. നിനക്ക് എന്താ പറ്റിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിക്കുക. ആ സമയത്ത് നമ്മുടെ അനിയത്തി പെണ്ണും ഈ കുറുമിയുടെ അടുത്തേക്ക് ഓടിപ്പോയി, മോളെ നിന്റെ പേരല്ലേ കുറുമി, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. എന്നാൽ ഈ അനിയത്തി പെണ്ണിനെ കണ്ട ഉടനെ കുറുമി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അവൾ നേരെ അടുത്തുള്ളൊരു പബ്ബിലേക്ക് കയറും. ഈ പബ്ബിൽ കയറിയ പെൺകുട്ടിയെ നമ്മൾ പറഞ്ഞ പ്രത്യേകം കമ്പനിയില്ലേ, ആ കമ്പനിയിലൊരു ഗുണ്ടപ്പൻ തോക്കുമായി വന്ന് പിടിച്ചുകൊണ്ട് പോകും. ഇവൻ പിടിച്ചുകൊണ്ട് പോകുന്നത് ദൂരെ നിന്ന് ഹീറോ കാണുന്നു. ഇപ്പൊ കാണിച്ചുതരാം. ഹീറോ തോക്കെടുത്ത് ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇടയിലൂടെ ഒരു ആരോ മാർക്കിട്ട് കറക്റ്റ് ഈ ഗുണ്ടപ്പന്റെ തോളിലേക്ക് ഷൂട്ട് ചെയ്യാം. വെടികൊണ്ടവൻ നിലത്ത് വീണ ഉടനെ കുറുമി പെണ്ണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ അതാ അവിടെ സീലിംഗിന്റെ മണ്ടയിൽ കണ്ണും വായും പൊത്തിവെച്ചൊരു കിളവി പെണ്ണ് ഹീറോയ്ക്ക് നേരെ ബൾബ് എറിയുന്നു. ആ ബൾബ് ഒരു ബോംബാണ്. ഇത് കണ്ടപാടെ ഹീറോ ആ ബൾബിലേക്ക് ഷൂട്ട് ചെയ്യും. നിലത്ത് വീഴുന്നതിന് മുന്നേ വലിയൊരു ശീൽക്കാര ശബ്ദത്തോടെ അത് പൊട്ടിച്ചെതറുന്നു. ഇത് കണ്ടപാടെ ചുറ്റും നിന്നവരെല്ലാം പേടിച്ച് വരണ്ട ഓടാണ്. ആ നേരത്ത് മുഖം മൂടിയ ആ തള്ളപ്പെണ്ണ് ഈ വെടികൊണ്ട ഗുണ്ടനെയും കൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. പിന്നെ നമ്മുടെ കുറുമി അവൾ ഇവരെ എല്ലാവരെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഓടുക.
ഓടി ഓടി തളർന്ന് ബോധം കെട്ട് പെണ്ണൊരു മൂലയ്ക്ക് വീണു. നമ്മുടെ അനിയത്തിയിലെ ഹീറോയിൻ അവൾ ചെന്ന് ഈ പെങ്കൊച്ചിനെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോവാ. നമ്മുടെ ബോധം കെട്ട കുറുമിക്ക് പഴയകാല ഓർമ്മകൾ വരുന്നുണ്ട്, ചില ഫ്ലാഷ് ബാക്സ്. അതായത് കൂട്ടുകാരനെ കാണാതായപ്പോൾ ഇവളവന് കുറേ മെസ്സേജ് അയക്കുകയാണ്, തെരുവാന്തരം അന്വേഷിച്ച് നടക്കുകയാണ്. ആ നേരത്ത് കുറെ കോട്ടിട്ട ജെന്റിൽമാൻ റൗഡികൾ ഇവളെ പിടിച്ചുകൊണ്ട് പോകും. ഏതോ ലാബിലേക്കാണ് കൊണ്ടുപോകുന്നത്. ലാബിൽ കൊണ്ടുപോയ പെണ്ണിന് ഇവരെന്തോ മരുന്ന് കുത്തിവെക്കുന്നു. അവക്കെല്ലാം പാതി ബ്ലറായിട്ടാണ് കാണുന്നത്. പിന്നെ ശരിക്കും ബോധമൊന്നുമില്ല. തന്നെ ഇവരെന്തോ ചെയ്യാൻ പോവാണെന്നൊക്കെ ഒക്കെ മനസ്സിലായി. ഈ മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞ് പെണ്ണ് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുന്ന സമയം നോക്കി അവിടുന്ന് രക്ഷപ്പെടാൻ ഇവള് ശ്രമിക്കും. ഒപ്പം ഇവർക്കെതിരെ എവിഡൻസ് വേണമെന്നും പറഞ്ഞിട്ട് ആ കുത്തിവെക്കുന്ന മരുന്നുണ്ടല്ലോ അതിന്റെ 2 വയാലും എടുത്തിട്ടാണ് ഇവള് ചാടുന്നത്. ചാടിപ്പോയ പെണ്ണിനെയാണ് ആ ഗുണ്ടനും തള്ളപ്പെണ്ണ് ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതുവരെയും നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും ഇപ്പോ കുറുമി ബോധം വന്ന് എഴുന്നേൽക്കുമ്പം അവള് ഹീറോയുടെ വീട്ടിലായിരിക്കും. ഒപ്പം അനിയത്തിക്കുട്ടിയുണ്ട്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഉടനെ പോണെന്നും പറഞ്ഞ് അവൾ ഇറങ്ങാൻ നോക്കുക. എന്നാൽ ഇറങ്ങിപ്പോകാനുള്ള ആരോഗ്യം പോലും പെൺകുട്ടിക്ക് ഉണ്ടാവില്ല. ഇത് കണ്ട് ഹീറോ, നിനക്ക് കാര്യമായ റെസ്റ്റിന് ആവശ്യമുണ്ട്, ഇവിടെ താമസിക്കാം, ഇവിടെ നിന്നെ ആരും ഉപദ്രവിക്കാൻ വരില്ല, ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതി എന്ന് പറയുക. അപ്പൊ കുറുമി പെണ്ണ്, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് എന്നെ ഫോളോ ചെയ്തു വരുന്നത്, എന്റെ കയ്യിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുക. അതിന് ഹീറോ പറയും, ഞങ്ങൾ ചുമ്മാ ഏനോ താനോ എന്ന് പറഞ്ഞ് നിന്നെ ഫോളോ ചെയ്ത് വന്നതല്ല, നിന്റെ ചേച്ചിയാണ് പണം തന്ന് നിന്നെ ഫോളോ ചെയ്ത് പിടിക്കാൻ പറഞ്ഞു. ചേച്ചി നിന്നെ കാത്തിരിപ്പുണ്ട്, നിനക്ക് അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകാം, ഞാൻ അവരെ ഫോൺ ചെയ്ത് വരുത്താം, നീ പേടിക്കണ്ടെന്ന് പറയാം. അത് കേട്ടിട്ട് കുറുമി പെണ്ണ്, നിങ്ങൾ പറയുന്ന ചേച്ചി എനിക്കറിയില്ല, ഞാൻ ഒറ്റ മോള, നിങ്ങളാരോ പറ്റിച്ചാണ്, എനിക്ക് അങ്ങനെ ഒരു ചേച്ചിയില്ല എന്ന് പറയാണ്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് പിടുത്തം കിട്ടുന്നത്. ഹീറോയെ ആദ്യം കാണാൻ വന്ന് പരാതി കൊടുത്ത ആ ലേഡി ശരിക്കും വില്ലന്മാരുടെ ആളാ. ആ പെണ്ണ് ഭംഗിയൊക്കെ കാണിച്ച് ഹീറോയെ പറ്റിച്ചായിരുന്നു. ഒരു പെണ്ണിന്റെ അടുത്ത് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഹീറോ കരയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുറുമിയുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയില്ലേ വയാല്, മരുന്ന് വയാല്, അത് ഹീറോ കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോഴാണ് പഴയ കാര്യങ്ങൾ, യഥാർത്ഥമായ സത്യങ്ങൾ അവൾ പറയുന്നത്. തന്റെ കൂട്ടുകാരനെ ആ വില്ലന്മാരെ ആദ്യം പിടിച്ചുകൊണ്ടുപോയി, രണ്ടാമത് ഇവളെയും പിടിച്ചുകൊണ്ടുപോയി എന്തോ മരുന്ന് കുത്തിവെച്ചു. ജീവൻ പോകുന്നു മനസ്സിലായപ്പം അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ചാടി. അവർക്കെതിരെയുള്ള ഈ വയാൽ എവിഡൻസുമായിട്ടാണ് അവിടുന്ന് ചാടിയത്. അന്നു മുതൽ അവർ ഫോളോ ചെയ്ത് പിടിക്കാൻ നോക്കുക. അവരെന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഇവള് കരയാണ്. നിന്നെ ആരും കൊല്ലില്ല, ഞങ്ങളുണ്ട് നിന്നെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് അനിയത്തിക്കുട്ടി അവളെ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കും. ഈ നേരത്ത് വില്ലന്മാരുടെ സങ്കേതം, അവരൊരു യൂണിയൻ പോലെ പ്രതിജ്ഞയൊക്കെ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു അണ്ടർവേൾഡ് മാഫിയ സംഘമാണ്. അതിനൊരു ക്യാപ്റ്റനുണ്ട്. ക്യാപ്റ്റന്റെ അടിമകളെ പോലെയാണ് അടിക്കാർ പെരുമാറുക. ഇപ്പോൾ പെൺകുട്ടിയെ തേടിപ്പോയി അടിയും വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ നമ്മുടെ തള്ളപ്പെണ്ണും ഗുണ്ടപ്പനും. അവർ ക്യാപ്റ്റനോട് മാപ്പ് പറയാണ്, ഒരു ചാൻസും കൂടെ ചോദിക്കുക. എന്നാൽ ഇവർക്ക് ചാൻസ് കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ക്യാപ്റ്റന്റെ തൊട്ട് താഴെയുള്ള അനുയായി ഇവരെ കൊന്നുകളയാൻ വേണ്ടി തോക്കെടുത്ത് മുന്നോട്ട് വരുന്നു. പക്ഷെ ക്യാപ്റ്റൻ അത് ഇഷ്ടാവുന്നില്ല. ഉടനെ അയാൾ ഏതോ സ്വിച്ച് അമർത്തും. ഈ അനുയായിയുടെ കഴുത്തിന് പിറകിൽ പ്രത്യേക ഡിവൈസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വില്ലന്മാരും തീവ്രവാദികളും പണ്ട് സൈനൈഡ് കുപ്പിയും കൊണ്ട് നടക്കുന്ന പോലെയാ. ഒന്നുകിൽ അവർക്ക് സ്വയം ചാവാം, അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്വിച്ച് അമർത്തിയാൽ ഈ ഡിവൈസ് പൊട്ടിത്തെറിച്ച് അവർ ചത്തുപോകും. അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് ഇത്. ഇപ്പൊ ക്യാപ്റ്റൻ ഇഷ്ടപ്പെട്ടില്ല ആ അനുയായിയുടെ കുന്തളിപ്പ്. അതുകൊണ്ട് പുള്ളി ചുച്ചമർത്തി അവനെ കൊന്നുകളയും. ഇതാ തള്ളയ്ക്കും ഗുണ്ടപ്പനും ഒരു വാണിങ്ങും കൂടിയാ. അടുത്തവണ ഉറപ്പായിട്ടും ഞങ്ങൾ അവരെ പിടിച്ചിരിക്കും, ഒരു ചാൻസും കൂടെ തരൂന്ന് പറഞ്ഞ് അവർ കീഴാണ്. ക്യാപ്റ്റൻ ചാൻസ് കൊടുക്കും. ഇതില് ഈ ക്യാപ്റ്റന്റെ മണ്ടയ്ക്ക് പിറകിലും ഈ സാധനം വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് മേലെ വേറെ ആൾക്കാരും ഉണ്ട് എന്നതാണ് ആ ഒരു ഇത്. എന്തായാലും അവസാനം ഫോർ ദ യൂണിയൻ എന്ന് പറഞ്ഞ് ഇവർ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ഇവിടെ ഹീറോയുടെ കൂട്ടുകാരി പോലീസല്ലേ, പുള്ളിക്കാരിയുടെ അടുത്ത് ഹീറോ ആ വയാല് കൊടുത്തിട്ട് അതെന്താണെന്ന് പരിശോധിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി പരിശോധിച്ചിപ്പോൾ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഹീറോയ്ക്ക് കൊടുക്കുക. ഒരു പ്രത്യേക തരം ഡ്രഗാണത്, ഒരു മരുന്ന്. മനുഷ്യർക്ക് പെട്ടെന്ന് അവരുടെ മുഴുവൻ എനർജിയും ഒരേ സമയം ശരീരത്തേക്ക് കൊടുക്കാൻ കഴിവുള്ളൊരു പ്രത്യേക മരുന്ന്. ഇത് കൊടുത്തു കഴിയുമ്പോൾ അവർ എക്സ്ട്രീം പവർഫുൾ ആവുന്നു. പിന്നീട് മെല്ലെ മെല്ലെ എനർജി ലോസായി ആൾ മരിച്ചു പോകും. ഇതാണ് സംഭവിക്കുക. ഇത് കിട്ടിയ ആൾക്കാർ പേപ്പട്ടികളെ പോലെ അഗ്രസീവ് ആവുകയും ചെയ്യും. ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മരണമാണ്. ഹീറോയ്ക്ക് ഈ മരുന്നിനെ പറ്റി നേരത്തെ അറിയാം. ഏഞ്ചൽ ഡസ്റ്റ് എന്നാണ് പണ്ട് കാലത്ത് ഈ മരുന്നിനെ വിശേഷിപ്പിച്ചിരുന്നത്. സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ ഇത് യൂസ് ചെയ്തിരുന്നു അത്രേ. അത് ഉപയോഗിച്ച പട്ടാളക്കാർ പെട്ടെന്ന് അഗ്രസീവായി ഒരുപാട് പേരെ കൊന്നൊടുക്കും. പക്ഷെ 1-2 ദിവസം കഴിയുമ്പം അവർ ചത്തുപോവുകയും ചെയ്യും. ഇതായിരുന്നു ആ മരുന്നിന്റെ പ്രത്യേകത. കാലങ്ങൾക്ക് മുന്നേ അത് ബാൻ ചെയ്താണ്, അതിന്റെ സൈഡ് എഫക്റ്റും അഗ്രഷനും കൊണ്ട്. എന്നാൽ ഈ സൈഡ് എഫക്റ്റ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ, കുത്തിവെക്കുന്നവർ മരിക്കാതിരുന്നാൽ മരുന്നിന്റെ മാർക്കറ്റ് കൂടും. ഒരു ബയോ വെപ്പണായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വലിയ വിലയ്ക്ക് കച്ചവടം ചെയ്യാം രാജ്യങ്ങൾക്ക്. ഇത് ടാർഗറ്റ് ചെയ്തിട്ടാണ് ആ പ്രത്യേക അണ്ടർവേൾഡ് കമ്പനി ഈ മരുന്ന് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതിൽ ടെസ്റ്റ് ഡോസ് കൊടുത്തവരെല്ലാം മരണപ്പെട്ടു. ഒൺലി കുറുമി മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറുമിയാണ് ഇപ്പോൾ അവരുടെ സക്സസ് പ്രൊഡക്റ്റ്. അതുകൊണ്ട് കുറുമിയെ ഉറപ്പായിട്ടും അവർക്ക് ജീവനോടെ വേണം. നമുക്ക് എന്തായാലും അത് പരിശോധിക്കാം. ഇപ്പോൾ ആ ക്ലബിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുമെങ്കിൽ എന്നോട് പറയണമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നിൽക്കുക.
ആ സമയത്ത് നമ്മുടെ പോലീസുകാരി എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിന്നോട് പറയണമെന്ന് പറയും. എന്താന്ന് ചോദിക്കുമ്പം 20 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ എക്സ്ട്രീം വയലന്റായി പോലീസുകാരനെ ഉപദ്രവിക്കാൻ ചെന്നു. ഈ പോലീസുകാരൻ അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നതാണ്. ആ വയലന്റ് ആയി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ പേപ്പട്ടിയെ പോലെ വയലന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ പോലീസുകാരൻ അയാളെ കൊന്നത്. എന്നാൽ ഈ മരണപ്പെട്ട ആൾക്ക് ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു, അമ്മയൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി. അപ്പനും മരണപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി അനാഥയായി. ഈ അനാഥ പെൺകുട്ടിയെ പിന്നീട് പോലീസുകാരനാണ് എടുത്ത് വളർത്തിയത്. ആ പോലീസുകാരൻ ആരാന്നറിയോ? നമ്മുടെ അനിയത്തി പെണ്ണിന്റെ അച്ഛൻ, വളർത്തച്ഛൻ. ഇനി ആ മരിച്ചുപോയ ആള്, അയാൾ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, പേ പിടിച്ച് മരിച്ചുപോയ ആള്. ഈ സയന്റിസ്റ്റ് കാലങ്ങളായി ആ മരുന്നിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇതെല്ലാം തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് പോലീസുകാർ പറയുക.